സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ ഷാഫി ആർമി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും പറഞ്ഞിരുന്നു ഇതൊരു ടീമിൻ്റെതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ പെടുന്ന. അതിനെപ്പറ്റി ഒരു അക്ഷരം ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ എല്ലാ ബഹളങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് അത് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. ഇനി 7-8 മാസമേ ഉള്ളൂ. അപ്പോൾ പുറത്തുണ്ടാവുന്ന ഓരോ ഇവന്റും നിർണായകങ്ങളാണ്. ഷാഫി പറമ്പിലിന്റെ കാര്യം നമുക്കറിയാം. പേരാമ്പ്ര പോലെ ഒരു പ്രദേശത്ത് ഉണ്ടായ കാര്യം താങ്കൾ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഇതൊക്കെ പേരാമ്പ്രയിൽ ഇടയ്ക്കിടെ നടക്കുന്ന അടിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പേരാമ്പ്രയിൽ ഇടയ്ക്കിടെ നടക്കുന്ന അടി പോലെയല്ല ഷാഫി പറമ്പിലിന് അടി കൊണ്ടാൽ എന്നുള്ളത് ഇപ്പോൾ എങ്കിലും ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അടി തിരിച്ചടി എന്നുള്ളതിനപ്പുറത്ത് ഈ ഇവന്റുകളെല്ലാം കൂടിച്ചേർന്നാണ് പൊതുബോധം ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ഒക്കെ എതിരായിരുന്നു എങ്കിൽ അതിനെ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വേറൊരു തരത്തിൽ ഒരു ആളുകളുടെ ഏകീകരണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വേണോ വേണ്ടോ എന്ന് ആര് ചിന്തിക്കണം. അല്ല, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഒരു 100-105 സീറ്റുകൾ കൂടുതലൊക്കെ LDF കിട്ടുക എന്നുള്ളത് LDF ദോഷമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വല്ലാത്തൊരു മെജോറിറ്റി. പക്ഷെ കോൺഗ്രസ്സുകാർ കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവേണ്ടതുണ്ട്. പേരാമ്പ്ര എൻ്റെ സ്വന്തം ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയമായിട്ട് നല്ല വിയോജിപ്പുള്ള സ്ഥലമാണ്, കൃത്യമായ രാഷ്ട്രീയമുള്ളതാണ്. അവിടെ അടി നടക്കാറുണ്ട്. പക്ഷേ ആ അടിയിലൊന്നും ഇത്തരത്തിലുള്ള ഷോകളോ കാലുഷ്യങ്ങളോ ഉണ്ടാവാറില്ല. രാജു ബി നായർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഷാഫിയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പോലീസിന്റെ അടി കൊണ്ടിട്ടായിരുന്നാലും ആ തിക്കിന്റെ തിരക്കിനിടയിൽ ഏതെങ്കിലും സഹപ്രവർത്തകനെ മുട്ടോ തലയോ കൊണ്ടിട്ടാണെങ്കിലും അത് വേദനാജനകമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അത്യാസന്ന നിലയിൽ BMH കിടന്നിരുന്ന ഷാഫി ഡിസ്ചാർജ് ചെയ്തു എന്ന് കാണുന്നു. നല്ല കാര്യം, അത് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഇനി ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ടിയിരുന്ന വളരെ പ്രസക്തമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒന്ന്, വയനാട്ടിലെ വീടിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ, വീട് എവിടെ, കല്ലെവിടെ, സ്ഥലം എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങൾ എനിക്ക് പകരമുള്ള ആളാണ്, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് പാലക്കാട്ട് അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ പത്രക്കാര് ഷാഫിയുടെ പിന്നാലെ നടന്നിരുന്നു കുറേ ദിവസങ്ങളോളം. ഒരക്ഷരം ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പിന്നെതാ യൂത്ത് കോൺഗ്രസിന്റെ എന്താ പറയുക, ഇവരുടെ സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ ഷാഫി ആർമി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും പറഞ്ഞിരുന്നു ഇതൊരു ടീമിൻ്റെതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ പെടുന്ന. അതിനെപ്പറ്റി ഒരു അക്ഷരം ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ എല്ലാ ബഹളങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് അത് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. ഞാൻ അതിലും പറയുന്നു ഷാഫിയുടെ ഒരു ഷോ എലിമെന്റ് ഉണ്ടായിരുന്നു. കാരണം പേരാമ്പ്രയിൽ 2 ദിവസമായിട്ട് വലിയ ടെൻഷൻ നിൽക്കുകയാണ്. LDF ആളുകളും UDF ആളുകളും അല്ലെങ്കിൽ SFI ആളുകളും UDSF ആളുകളും. അവിടേക്ക് ഷാഫി പറമ്പിലല്ല ഏത് നേതാവ് എത്തിയാലും ചെയ്യേണ്ടത് ആ ടെൻഷൻ കുറയ്ക്കാനുള്ള ശ്രമമാണ്. പക്ഷെ ഷാഫി പറമ്പിൽ അതല്ല ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നും വിയോജിപ്പുണ്ട്, ഇന്നും വിയോജിപ്പുണ്ട്. ഞാനത് ഇനിയും പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂക്ക് പൊട്ടിയത് നല്ലതാണ് എന്നുള്ളതല്ല. ഇനി കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് പുറത്താക്കിയ സമയത്ത് ഒരുവിധം രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്കുകളായ ആളുകളൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയോ? ഇതാ UDF കോൺഗ്രസിന് ഒരു മോറൽ അപ്പർ ഹാൻഡ് കിട്ടാൻ പോകുന്നു. മുകേഷ് MLA-ക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ രാജിവെപ്പിക്കുന്നു, സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മുകേഷ് രാജിവെക്കണം തന്നെ വളരെ തെളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. മാതൃഭൂമി തന്നെയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ അന്ന് വി ഡി സതീശന് കോൺഗ്രസ് എടുത്ത നിലപാട് പ്രതീക്ഷയോടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ശ്രീപത്മനാഭൻ പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് പറയട്ടെ, ഇത് ഇവരുടെ 100% കള്ളക്കളിയായിരുന്നു എന്നുള്ളത്. കാരണം ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർട്ടിക്കാരനല്ലാതിരിക്കുന്നതല്ലെന്നേ. ഒരു പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരാള് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുമ്പം കോൺഗ്രസ്സുകാരെ കൂടെ കൂടും. അതല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളെ റിനി എന്ന് പറഞ്ഞൊരു കുട്ടി പേര് വെളിപ്പെടുത്താതെ ഒരു പത്രസമ്മേളനം നടത്തിയതിന് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേവായ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കോൺഗ്രസ്സുകാർക്ക് പോകാൻ പറ്റും, അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ത് വിചിത്രമായ ന്യായമാണെന്ന് എനിക്കറിയില്ല. പിന്നെ കോൺഗ്രസിന് ഇതൊക്കെ ശരിയാണ് കേട്ടോ. 5 പേര് ആത്മഹത്യ ചെയ്ത കോൺഗ്രസിലാണ് വയനാട്ടിലെ DCC പ്രസിഡന്റിനെ മാറ്റുന്നത്. DCC പ്രസിഡന്റിനെ മാറ്റിയാൽ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ സാധാരണ ഒരു പാർട്ടിയിൽ എന്താ ചെയ്യുക? മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള പൊസിഷനിലേക്ക് വെക്കുകയാണ്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. DCC പ്രസിഡന്റ് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് KPCC മെമ്പർ അല്ല, AICC മെമ്പർ ആക്കും. ഇത് നമുക്ക് മനസ്സിലാവാത്തൊരു ലോജിക്കാണ്. കോൺഗ്രസിന്റെ വിചിത്രമായ ലോജിക്കാണ്.
പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി പറയാം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. ഇവരെ കൊടുക്കുന്ന രീതിയിൽ ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കാറുമില്ല. പിന്നെ ഇ ഡിയുടെ കാര്യം പിന്നെയും പറയുന്നു. രാവണപ്രഭു റിലീസായി ഫുൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതൊരു റിലീസ് സാധനമാണ്. 2020 എന്താ പറയാ ഇവര് ഇ ഡി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 2020 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പേ 23 നോട്ടീസ് അയച്ചതെന്നാ പറയുന്നത്. എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടുന്ന 25 വാർത്തയിൽ ആദ്യം തെളിവോടെ പറയുന്ന ലൈഫ് മിഷനെ പറ്റിയിട്ടെന്നാ. അനിൽ അക്കരെ എന്ന് പറഞ്ഞൊരു ചങ്ങാതി എറണാകുളത്ത് പരാതി കൊടുക്കാൻ പോയിരിക്കാം, കൊടുത്തു അയച്ചു എന്നാ പറയുന്നത്. അപ്പോഴാണ് മനോരമയും മാതൃഭൂമിയും കളമാറ്റി ചവിട്ടുന്നത്. ഇത് അതിനെ പറ്റിയിട്ടല്ല, ഇത് ലാവ്ലിനെ പറ്റിയിട്ടാണെന്ന്. ലാവ്ലിൻ ഡീൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ആള് 8ാം ക്ലാസ് പഠിക്കുകയാണ് തലശ്ശേരിയിൽ, അയാൾ ഇതിൽ ഇൻവോൾവ് ആണെന്നാ പറയുന്നത്. കാർത്തികേയന്റെ കാലത്ത് തുടങ്ങിയ കേസാണ്. റിലീസ് പടങ്ങൾ നല്ലതാണ്, പക്ഷേ നമ്മൾ രാവണപ്രഭു കാണാൻ പോകുന്നത് അവസാനം മോഹൻലാൽ ആരെയാ കല്യാണം കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ആ സീൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയട്ടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ ആ കാലത്തും, അതായത് പഴയ ഇ ഡി ആരോപണങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ചർച്ചയിൽ വന്നിരുന്ന ആളുടെ രീതിയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കാര്യം ചർച്ച ചെയ്യാൻ. കാരണം കോൺഗ്രസും വലിയൊരു വിഭാഗം മീഡിയയും ഒരുപക്ഷെ ആ കാലത്ത് ബി.ജെ.പിയും ഇപ്പോഴും സുരേഷ് ഗോപിയാണ് പറയുന്നത് ഇ.ഡി. റെയ്ഡ് നടത്തുന്ന അയ്യപ്പന്റെ കേസ് തള്ളാൻ വേണ്ടിയിട്ടാണ്, അത് ഡൗൺ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സാധനത്തിൽ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ കൂടെ നിന്നുകൊണ്ട് തെളിവുകളില്ലാത്തിടത്തോളം കാലം സംസാരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഈ വിവേകിനെതിരെ, പിണറായി വിജയന്റെ മകനെതിരെ മുന്നേ ഒരു സാധനം വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? SRIT-യുടെ കമ്പനിയിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് അതിൽ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാതൃഭൂമിയിലെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. SRIT-യുടെ ഓണർ കേരളത്തിലെ വളരെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. എനിക്ക് വളരെ ബഹുമാനമുള്ള അഴിമതിയുടെ അടുത്തുകൂടെ പോകാത്തൊരു മനുഷ്യന്റെ ബന്ധുവാണ്. ഇയാളും പിണറായി വിജയന്റെ മകനും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മലയാള മനോരമ ഷോൺ ജോർജ്, VD സതീശൻ 3 മണിക്കൂറിനുള്ളിലായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബുദാബിയിലുള്ള ADCB ബാങ്കിൽ എക്സാലോജി കമ്പനിയുടെ പേരിൽ കോടികളുടെ തിരിമറികൾ, ട്രാൻസാക്ഷൻസ് നടക്കുന്നു. സത്യമായിരുന്നു കാര്യം. പക്ഷേ ആ എക്സാലോജി കമ്പനി വീണയുടെ എക്സാലോജി കമ്പനി ആയിരുന്നില്ല. ഇങ്ങനെയുള്ള നനഞ്ഞ പടക്കങ്ങൾ, ഒരു ബേസും ഇല്ലാത്ത ക്യാമ്പയിൻസ് ഇറക്കി വിടുന്നത് ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, ഇടതുപക്ഷത്തിനും CPIM-നും വലിയ ഗുണമാവുന്ന കാര്യങ്ങളാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി വരെ പോയിട്ട് കേസ് കൊട്ടയിലായിട്ട് തിരിച്ചു വരുമ്പം വളരെ തെളിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടുകൾ, അതിൽ ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് പോലും വേണ്ട മറുപടി ഉണ്ടായി കൊടുക്കുകയാണ് കോൺഗ്രസും മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്. അതുപോലുള്ളൊരു സാധനമാണ് ഇ.ഡിയുടെ കേസ്. ഒരു ആരോപണം പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബേസ് അതിന് വേണ്ടേ? ഇത്തരം സാധനങ്ങളും എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇലക്ഷനിലേക്ക് പോകുന്നതെങ്കിൽ ഞാൻ ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തിന് 110-120 സീറ്റ് കിട്ടുകയും അത് ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ശരി, അതാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു നിലപാട്. ഓക്കെ.